വെൽക്കം ടു യാസ്. നിങ്ങൾക്ക് എന്നെ അറിയോ അറിയില്ല. ഞാനിപ്പോൾ എന്തിനാ വ്ളോഗ് ഉണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ ആരാന്ന് എവിടുന്നാന്നൊന്നും അറിയില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എൻ്റെ പേര് മുഹമ്മദ് യാസർ. ഞാൻ മലപ്പുറം കേരളയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ സൗദി അറേബ്യയിലാണ്. സോ റൈറ്റ് നൗ ഞാനുള്ളത് ജോർജിയ ടിബ്ലിസിയാണ്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഞാൻ ഈ വ്ളോഗ് ഇടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല വ്ളോഗ് ഇടാൻ. ജസ്റ്റ് ഒന്ന് ന്യൂ ഹൊറൈസൺസ് ട്രൈ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഇടുന്നത്. പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ട്, യാസിൻ എന്ന് പറയും. ഹീസ് ഫ്രം കണ്ണൂർ. എൻ്റെ ഒപ്പം എൻ്റെ ഒരേ സ്കൂളിൽ പഠിച്ച് വളർന്നതാണ്. സോ ഓൻ പറഞ്ഞ് ഈ ആൺകുട്ടിയാണെങ്കിൽ ഈ ഒരു വ്ളോഗ് ഇടുന്ന പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. ഓൻ്റെ ചാനൽ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ പിങ് ചെയ്യാം. He's an amazing guy, amazing videographer, amazing editor. You must watch him. So yeah, ഇന്ന് നമ്മൾ എനിക്ക് തോന്നുന്നത് മദർ ഓഫ് ജോർജിയ പോകുന്നത്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഹോസ്റ്റലിൽ പോയി ഫുഡ് അടി, എന്നിട്ട് നമ്മൾ മദർ ഓഫ് ജോർജിയ കാണാൻ പോകും. ഓക്കെ, സീ യു സൂൺ. സോ നമ്മൾ ഇന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. നമ്മളെ ഹോസ്റ്റലുണ്ട്, ഹോസ്റ്റലിൻ്റെ ലോബിയാണ്. സോ കാണിച്ചതാ. സോ നമ്മൾ ഹോസ്റ്റൽ ലീവ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സൈൻ ഇട്ട് പോകണം. അപ്പോൾ അത് സൈൻ ഇട്ട് കൊണ്ടിരിക്കുക. നമ്മളെ ഫ്രണ്ട് എല്ലാവരും പേര് എഴുതി ഡേറ്റ് എഴുതി നമ്മൾ സൈൻ ഇട്ട് കൊണ്ടിരിക്കുക. എന്നുള്ളത് ജോർജിയ ടിബ്ലിസി ഒരു സ്കെച്ച് നെയ്ബർഹുഡ് എന്ന് വേണമെങ്കിൽ അറിയാം. മെസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മെസ്സിന്ന് ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 20 മിനിറ്റ് ഉണ്ടാവും. സോ നമുക്ക് മെസ്സിലെത്തിയിട്ട് കാണാം. നൈസ്. സ്ട്രീറ്റ്സൊക്കെ ക്ലീനാണ്, ബട്ട് ലൈക്ക് ഡോഗ് ഷിറ്റ് ഉണ്ടാവും എല്ലായിടത്തും, അടിയിലൊക്കെ ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ചില ഏരിയ ഉണ്ട് കേട്ടോ അങ്ങനെ പഴയതായിട്ട് റിസ്റ്റോർ ചെയ്യാത്ത ഏരിയകളുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി നൈസ്. ആസ്തറ്റിക് ഉണ്ട് കാണാൻ. അത് നമ്മളെ ചങ്ങായിമാരാണ് മുന്നിൽ കടന്നു പോണത്. പിന്നെ ഇതിൻ്റെ ഒപ്പം 2 ചങ്ങായിമാരുണ്ട്. ഇന്ന് ഗൗരവുണ്ട്, പിന്നെ ശിവമുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മളവിടെ മെസ്സിലെത്തിക്കണേ. സാഫ്രോൺ കിച്ചൺ ലോകത്തിലെ ഏറ്റവും സ്ട്രിക്റ്റ് മെസ്സാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന കുട്ടികൾക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത മെസ്സാണ്. ഇറ്റ്സ് വെരി ഷിറ്റ്. ഐ ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്. ഇന്നും മോസ്റ്റ് പ്രോബബ്ലി പയറും ചപ്പാത്തിയും ചോറ് തന്നെ ആയിരിക്കും. വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. എന്നാൽ നമുക്ക് പോയി കഴിക്കാം, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഉണ്ടാക്കിയ സ്റ്റെയർ കേസ് ആണെന്നില്ല, ഷിഫ്റ്റ് സ്റ്റെയർ കേസ് എനിക്ക് അറിയത്തില്ല. വേണം സ്റ്റെയർ കേസ്. നമുക്ക് പോയാൽ തലക്ക് മുട്ടും. ഭയങ്കര ഡോഗ് ഷിറ്റ് നമ്മ ഡോഗ് ഷിറ്റ്. എനിക്കൊന്നിന് ആർക്കിടെക്ചർ ഫാദില തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഷിറ്റ് ആർക്കിടെക്ചർ. സോ നമ്മളെ ഫേവറേറ്റ് പയറും ചപ്പാത്തി തിന്നാൻ പോകുന്നത്. പയറും ചപ്പാത്തി വിത്ത് റൈസ്. സോ ഇനി നമ്മൾ ഈ ബസ്സിൽ കയറാൻ പോവാണ് മദർ ഓഫ് ജോർജിയ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടേക്ക് നടക്കണം. ലെറ്റ്സ് ഗോ. നമ്മൾ ബസ് ഇറങ്ങി ഒരു ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് അമേസിങ് വ്യൂ. നല്ല സ്ഥലങ്ങൾ. ഇതിൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ് ആണ്. അമേസിങ് സ്ഥലങ്ങൾ. ആർക്കിടെക്ചറൽ ഇൻറ്റഗ്രിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് വെരി നൈസ്. എല്ലായിടത്തും ട്രീസും. ഇറ്റ്സ് വെരി വേഴ്സ്റ്റൈൽ. എന്തായാലും വേഴ്സ്റ്റൈൽ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. ബട്ട് എല്ലായിടത്തും നമ്മളെ ആർക്കിടെക്ചറിൻ്റെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റും നമുക്ക്. അണ്ടർവേ പാസേജ് കൂടെ എല്ലായിടത്തും നോക്കി കാണാൻ പറ്റും. വെരി ബ്യൂട്ടിഫുൾ വ്യൂസ്. ബയോ പ്ലേസ്ഡ് ആയിട്ടുള്ള ഇതൊക്കെയാണ്. It's very nice. But all you can see some artworks are so amazing. ഏതൊരു സ്ഥലത്ത് പോയി നോക്കിയാലും നമുക്ക് ആർട്ട് വർക്ക് കാണാൻ പറ്റും. It's a must visit place for family or even students. It's very nice. It's a must visit spot. ഇനി നമ്മൾ ഈ ബ്രിഡ്ജ് കടന്നു പോകാൻ നിൽക്കുകയാണ്. എന്താ പറയാ, so effing good.
ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് കഞ്ഞികളായതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ബോട്ട് എടുക്കൂല. എത്ര ഡിസ്കൗണ്ട് തന്നാലും നമ്മൾ ഒരിക്കലും ബോട്ട് എടുക്കൂല. അമേസിംഗ് പ്ലേസ്. ഇതൊരു ലോങ് ഒരു പാലം പോലെയാണ്. ബിക്കോസ് വെള്ളം ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ അത് കാണുന്നതാണ്, അതാണ് പീസ് ബ്രിഡ്ജ്. ഇനി അവിടുന്ന് നമുക്ക് ഈ മദർ ഓഫ് ജോർജ് പറഞ്ഞാൽ ഏറെക്കുറെ ആ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് റോപ്പ് എടുത്ത് മേലെ കയറണം. എൻ്റെ ചങ്ങന്മാരുണ്ട് ഇവിടെ. ഫോൺ വിളിക്കുന്നുണ്ട്. സോ യാ ലെറ്റ്സ് സീ. ഒരു ഹാൾവേ ഉണ്ട്. ഹാൾവേ അല്ല, ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുണ്ട്, നമുക്കൊന്ന് കടന്നു നോക്കാം. ഇറ്റ്സ് സോ നൈസ്, ലൈക്ക് എവ്രിവെയർ. എന്താ പറയുക, എല്ലായിടത്തും ആർട്ട് വർക്കാണ്. ലൈക്ക് ഞാൻ കാണിച്ചു തരാം. വ്യൂ കണ്ടില്ല നിങ്ങൾ? വ്യൂ ലൈക്ക് അമേസിങ്. നമുക്ക് അവിടെ വരെ പോകണം. പീസ് ഓഫ് ബ്രിഡ്ജ് നിങ്ങൾ കണ്ടില്ലേ? അവിടെ വരെ പോകണം. നമുക്ക് ഇനി കുറേ നടക്കാനുണ്ട്, കുറേ കാണാനുണ്ട്. ഇവിടുത്തെ ആൾക്കാരെ പ്രത്യേകത പറഞ്ഞാൽ ഒറ്റ ഒന്നിനും ബേസിക് ഇംഗ്ലീഷ് അറിയില്ല. അതാണ് ആകെയുള്ള പ്രശ്നം. ലൈക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ലൈക്ക് ഈവൻ 1, 2, 3 പോലും അറിയില്ല. സോ അതാണ് ഇവിടുത്തെ ആൾക്കാരെ ലൈക്ക് ഇൻട്രാക്ഷൻ്റെ പ്രശ്നമുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു 8 ദിവസമായി. ഞാൻ ഓൾറെഡി പീസ് ഓഫ് ബ്രിഡ്ജ് കണ്ടതാണ്. ഞാനിപ്പോൾ വ്ളോഗ് എടുത്തിട്ടില്ലേനും, അതുകൊണ്ട് നമ്മളൊന്നുകൂടി വരും എപ്പോഴേലൊക്കെ ആയിട്ട്. വ്ളോഗ് എങ്ങനെ ഉണ്ടാവും, ഇനി എപ്പോൾ ഇടും, ഇനി റിപ്പീറ്റഡ് ആയിട്ട് ഇടുമോ എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു സ്മോൾ ട്രൈ. പിന്നെ അതാ ഇറ്റ്സ് ഫക്കിങ് അമേസിങ്. സോ നോക്കട്ടെ എങ്ങനെയാണ് ഇത് ഉണ്ടാവുകയെന്ന്, എന്നിട്ട് ഞാൻ പറയാം. സബ് ധീരജ്, സേ ഹായ്. Like, share and subscribe. Yeah, like, share and subscribe. ഇങ്ങനെ ഈ പാത്താളുണ്ടല്ലേ, ലൈക്ക് ഇങ്ങനെ ഉണ്ടാവുക നടക്കാൻ. പിന്നെ എല്ലാ മുക്കിലും മൂലയിലും ബെൻസാണ് ഇവിടെ. ലൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചാൽ എന്താ അവിടെ ഒരു ബെൻസ് കിടക്കണേ കണ്ടില്ലേ? ഒരു ബെൻസ് എടുക്കണേ, ഫുള്ള് ബെൻസാണ്. എന്താ അറിയില്ല, എല്ലാതും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് കുട്ടികളെ കളിക്കാൻ. പിന്നെന്തോ ഒരു സ്റ്റോൺ കൊണ്ട് എന്തോ ഉണ്ടാക്കിയാണ്. എന്താ ഹിസ്റ്ററിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അറിയില്ല. നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. What's up, Gaurav? All good, bro. All good. What do you want to say to the YouTube guys? Just watch the videos of our brother Yassir. Hit the And bell do, icon. yeah. Hit the bell icon. Subscribe Yeah. to the channel Yeah. and share as much as you possible. Thank you, doctor. Thank you, doctor, too, bro. Future doctor. Future doctor. Future doctors, yeah. സോ നമ്മളിപ്പോൾ ഒരു ചെറിയ പാത്ത് എടുത്തുകൊണ്ടൊക്കെയാണ് ഉള്ളിൽ കയറാൻ. ജസ്റ്റ് കുറച്ച് ഒരു നൈസ് നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമുക്കൊരു ബസ് കയറി വരണം ഇങ്ങോട്ട്, അത്രേ ഉള്ളൂ. സോ ഇപ്പോൾ നമ്മൾ എല്ലാത്തിനും സെൻറ്ററിലേക്ക് എത്തിക്കണേ. ഇവിടെ ആണെങ്കിൽ നമ്മളെ ആ എയർ ബലൂൺ ഉണ്ട്, അവിടെ ആണെങ്കിൽ പീസ് ബ്രിഡ്ജ് ഉണ്ട്. പീസ് ബ്രിഡ്ജ് ഞങ്ങൾ ഓൾറെഡി വന്നതാണ്, അപ്പോൾ അങ്ങോട്ട് പോകണില്ല ചെയ്താലും. ബട്ട് ലൈക്ക് നെക്സ്റ്റ് ടൈം വി വിൽ ഗോ ദെയർ. ലൈക്ക് യു ക്യാൻ ഹാവ് ദ അമേസിങ് വ്യൂ ഓഫ് ദ ഹോട്ട് എയർ ബലൂൺ. ഇതിന് എത്ര പൈസ ഇപ്പം എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ അന്ന് ചോദിച്ചപ്പോൾ. ബട്ട് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ മെമ്പർഷിപ്പ്, ലൈക്ക് 1 month 2 month ഒരു കൊല്ലത്തിന് മെമ്പർഷിപ്പ് എന്തോ ആണ്. ബട്ട് ലൈക്ക് ഇറ്റ്സ് വെരി നൈസ്. യു ആർ എ ഫാമിലി ഓർ സംതിങ്, യു ക്യാൻ കം ഹിയർ ആൻഡ് ലൈക്ക് ചിൽ ഔട്ട്. നല്ല ചുറുക്കുള്ള ഒരു വട്ടിക്കുട്ടിയുണ്ട് ഇവിടെ, വെള്ളം കുടിച്ചാൽ വന്നുണ്ട്. നല്ല ആസ്തറ്റിക് എന്ന് പറയാൻ പറ്റില്ല, നല്ല ചുറുക്കുള്ള ഒരു പട്ടിക്കുട്ടി. നമ്മൾ അവിടുന്ന് ആ ബ്രിഡ്ജിൽ കണ്ട് ആ ലൈക്ക് എയർ ബലൂണ് നമ്മളെത്തി ഇവിടെ. എനിക്ക് തോന്നുന്നത് 30 തോന്നുന്നുണ്ട്, 30 തോന്നുന്നുണ്ട്. പക്ഷെ അത് ഒരു ഇറ്റ്സ് ലൈക്ക് എ മെമ്പർഷിപ്പ്, റൈറ്റ്? 1 year മെമ്പർഷിപ്പ്, ഒരു കൊല്ലത്തെ മെമ്പർഷിപ്പ് അങ്ങനെ എന്തോ ആണ്. ഇത്ര പൈസ കൊടുത്താൽ നമുക്കൊന്ന് കുറച്ചുകൂടി എടുത്തേക്ക് പോയേക്കാം. സോ ഇതിൻ്റെ ബാക്കിൽ കണ്ടാണ് ആ ഹോട്ട് എയർ ബലൂൺ. ലൈക്ക് ഞാൻ പൈസ ചോദിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എത്രയാണെന്ന് പൈസ ചോദിച്ചിട്ട് പറയാം. ഇവൻ വിത്ത് കൺവേർഷൻ എത്രയാണ് പൈസ ചോദിച്ചിട്ട് ഐ വിൽ ലെറ്റ് യു നോ.
അതാണ് ക്യാഷ്യർ. നമുക്കൊന്ന് പൈസ ചോദിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് അറിയാലോ, നിങ്ങൾ ആരെങ്കിലും ജോർജിയക്ക് വരുന്നുണ്ടെങ്കിൽ ലൈക്ക് യു വിൽ നോ ഹൗ മച്ച് ഈസ് ദ പ്രൈസ് ഫോർ ദിസ് ഹോട്ട് എയർ ബലൂൺ. നല്ല തണുപ്പുണ്ട്, നല്ല ഇറ്റ്സ് വെരി ബ്രൈറ്റ് ആൻഡ് ഇറ്റ്സ് വെരി കോൾഡ് ആസ് വെൽ. ലെറ്റ്സ് ആസ്ക് ദ പ്രൈസ്. ഞാൻ ഹോട്ടൽ ബലൂണിൻ്റെ പൈസ ചോദിച്ച്. അപ്പോൾ 60 ലാരയാണ്, അതും 1 time 1 person ആണ്. നമുക്ക് മെമ്പർഷിപ്പ് ഒന്നുമല്ല. ഞാൻ വിചാരിച്ച മെമ്പർഷിപ്പാണ്. ഞങ്ങൾ കണ്ടില്ലേ, ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഇട്ടണല്ലോ പോസ്റ്റർ. പക്ഷേ ഈ ടിക്കറ്റ് 1 മാസത്തിന് വാലിഡാണ്. പിന്നെ റീഫണ്ട് ഇല്ല. വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റീഫണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഡു കം, ഇറ്റ്സ് അമേസിങ്. ദ വ്യൂ ഈസ് അമേസിങ്. ടോപ്പ് നല്ല മേലക്ക് പോകും ഈ ഹോട്ടൽ ബലൂൺ ആൻഡ് ഇറ്റ്സ് സേഫ്. സോ യു ഗൈസ് മസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. മദർ ഓഫ് ജോർജിയ പോകണമെന്ന് വിചാരിച്ച്, പക്ഷേ മദർ ഓഫ് ജോർജിയ ക്ലോസ്ഡ് ആണ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. ഇനി December 8 തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. സോ വരുന്നതാണെങ്കിൽ December 8 നമുക്ക് കാണാൻ പോവാം. ആൻഡ് എവറിത്തിങ് ഈസ് സോ അമേസിങ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഫോർ ടൂറിസ്റ്റ്. Hello. Sup? Come touch. No. Thank you. Free, come on. No, it's fine. Come on. ഓനെ ഈഗിളെ കൈ പിടിച്ചാനുള്ള പരിപാടിയാണ്. നമ്മൾ അവനക്ക് കൊടുക്കുന്നില്ല. പൈസ പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മൾ പൈസ പഠിക്കാൻ വന്ന് പഠിച്ചിട്ട് പോവാ. സ്ഥലമൊക്കെ കാണാം, പക്ഷെ നമ്മൾ പൈസ പൊട്ടിക്കരുത്. കുറേ നമ്മൾ മെല്ലെ ആവശ്യത്തിന് വേണ്ടി മാത്രം. പിന്നെ ഇങ്ങനത്തെ സ്ട്രീറ്റ്സിൽ കുറേ ആൾക്കാരുണ്ടാവും. അത് വേണോ, ഇത് വേണോ, മറ്റേതാണോ. ഇന്നലെ എന്നോട് ഞാൻ ഇപ്പോൾ ഈ ജാക്കറ്റ് വാങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ വേറെ സ്റ്റേഷൻ കയറി. ആ സ്റ്റേഷൻ കയറിയ സമയത്ത് ഒരാളുണ്ടായിന് ലൈക്ക് വൈത്താല വന്നുകാണ്ട് ഒരു പെർഫ്യൂം വെക്കണേ. സുവാജിൻ്റെ പീക്ക് വെക്കണേ. സാവേജോ കുവേജോ അങ്ങനെ എന്തോ ആണ്. അത് 100 ലാറിയിൽ നിന്ന് ഓൻ 10 ലാറിയിൽ എത്തിച്ച്. ഓന് കുടുംബമുണ്ട്, മറ്റേതാണ് മറിച്ചതാണ് പറഞ്ഞിട്ട് ലാസ്റ്റ് വെറുപ്പിച്ച് വാങ്ങിയാണ്. അപ്പം നമ്മൾ ആ ട്രാപ്പിൽ വെക്കരുത്. ഒരെന്ത് പറഞ്ഞാലും നമ്മൾ നീങ്ങി നടക്കുക. കുറേ ടൂറിസ്റ്റ് ആളെ പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ വൈത്താല വന്ന് കൂടും. സോ നമ്മൾ അതൊക്കെ മൈൻഡാക്കാതെ ചില്ലാക്കി വൈബടിച്ച് പോവാം. ഇവര് ഈ മദർ ഓഫ് ജോർജിയ പോണെന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ? Walking. How much kilometers? 6 kilometers. 6 kilometers. സോ എങ്ങനെയാണെന്ന് പറയാം, നമുക്ക് നടന്ന് കാണാം. കണ്ണെടുത്താണ് ഇവിടെ, ബട്ട് നമുക്ക് നോക്കാം. ഓ നല്ല കത്തീഡ്രൽ, അമേസിങ്. What do you want to say, babe? What do you want to say? Hello, nothing. പിന്നെ നമ്മളെ യാസീൻ്റെ പോലെ വേറൊരു ഇൻട്രോവേർട്ടാണ്, ബട്ട് നൈസ് ഗായ്. ശിവം, താങ്ക് യു. He's come. ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൻ്റെ അടിയിൽ ലേക്കിൻ്റെ അടുത്ത് ഒരു ബോട്ടൊക്കെ ഉണ്ട്. ഒരു ബോട്ട് ട്രിപ്പിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ബോട്ടിന് പോകണില്ല. നമ്മൾ പൈസ ലാഭിക്കാൻ പോവാണ്. One more spot added. Yeah, one more spot added. Very nice. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ മരം അടക്കം ഒരു ലൈക്ക് വരച്ച് ലൈക്ക് എന്തൊക്കെയൊക്കെ ആക്കിക്കണേ. ഈവൻ മരത്തിലടക്കം ആർട്ട് വർക്കുകളുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. ഇവിടെ ബാക്കിൽ കാണാം ഒരു കുതിര സ്റ്റാച്യു. അമേസിങ് സോ നൈസ്. തണുപ്പ് എത്ര ഇപ്പം എനിക്ക് അറിയില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. നല്ല തണുപ്പൊന്നുമില്ല, അഡ്ജസ്റ്റബിൾ ആണ്, ബെയറബിൾ ആണ്. നൈസ് ക്ലൈമറ്റ് ടു കം ഹിയർ ടു ജോർജിയ. ഏതോ ഒരു ചെറിയ റോഡ് കൂടെ പോകണം. ഇവിടെ തായ് ഫുഡൊക്കെ ഉണ്ട്. തായ് ഫുഡ്. പിന്നെ ഇങ്ങനെ കയറി പോകണം. താജ്മഹലൊക്കെ ഉണ്ട്. താജ്മഹൽ കണ്ടോ? താജ്മഹൽ. നമ്മളെ ഡ്രിപ്പ് ചെക്ക് പിന്നെ എക്യുപ്മെൻറ്റ് ചെക്ക്. നമ്മൾ ഐഫോൺ കൊണ്ടാണ് ഈ വ്ലോഗ് എടുക്കുന്നത്. ടൈപ്പ് ഓഫ് പ്ലേസസ് ആണ് കേട്ടോ. ചിലത് റെസ്റ്റോറൻറ്റ്സ് ആവാ, ചില സലൂൺസ് ആവാ, പല ലൈക്ക് നമ്മൾ അറിയണം. ഈ സ്ഥലം അറിഞ്ഞാലാണ് നമുക്ക് ഈ ചീപ്പായിട്ടുള്ള സ്ഥലങ്ങൾ, ലൈക്ക് ചീപ്പായിട്ടുള്ള ഫുഡ് സ്പോട്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്പോട്ട്സൊക്കെ കിട്ടുക. ഇനി നമ്മൾ ഈ ആലിക്ക് പോവാം. ഇതിൽ കൂടെ നടക്കാൻ പോവാണ്. പ്രാന്തന്മാർക്ക് മദർ ഓഫ് ജോർജിയ കണ്ടേ പറ്റൂ. നമ്മൾ കണ്ടിട്ടേ പോകണുള്ളൂ.
ഇപ്പം നമ്മളുള്ളത് ഏതൊരു ആലിവേലിനുള്ളിലാണ്. ഭയങ്കര റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇപ്പോൾ ഒന്നാണ് ജോർജൻസ് ആണ് നിൽക്കണേ. ഇനി അവിടെ വരെ ക്ലൈംബ് ചെയ്ത് പോകണം. കുറേ ക്ലൈംബ് ചെയ്യാനുണ്ട്. എന്നാലാണ് നമുക്ക് മദർ ഓഫ് ജോർജിൽ എത്താൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഗോ. ചെറിയൊരു പൂച്ചക്കുട്ടി, ജെന്റിൽമാൻ. കുറച്ചുകൂടി ചെറിയ ആലിവയിലെത്തി. പക്ഷെ സ്റ്റിൽ നമ്മൾ മേലെ കടക്കണം. കബിൾ സ്റ്റോൺസ് പോലത്തെ എന്തൊക്കെയോ സ്റ്റോൺസ് വെച്ചിട്ടാണ് അവർ റോഡൊക്കെ ഉണ്ടാക്കിയത്. നമ്മളാ ദൂരത്ത് കണ്ട കത്തീഡ്രലിലെത്തി, ഒരു വാൻറ്റേജ് പോയിന്റ് എത്തി. നമ്മൾ കുറച്ച് വ്യൂസ് കാണിച്ചതാ. പീസ് ബ്രിഡ്ജിൽ നിന്ന് നമ്മളിവിടെ എത്തി. ലൈക്ക് സീ ദ വ്യൂ ഗൈസ്. It's very nice. So നമുക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ചിൽ സ്പോട്ട്. പക്ഷേ നല്ല നടക്കാണ്ട് ഇങ്ങോട്ട്. ഞാൻ എൻ്റെ ഹോസ്റ്റലെത്തിക്കിട്ട് ഞാൻ നടന്നു നിന്ന് കാണിച്ചു തരാം. സോ മച്ച്. നമ്മളെ ചെക്കന്മാരുടെ ബാക്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് ഫോട്ടോ എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല. നമ്മൾ ഇനിയും വരേണ്ടതാണ്. അവിടെ 6 കൊല്ലം പഠിക്കാനുണ്ട്. 4 പേർക്ക് ഇതൊക്കെ കാണണം. പിന്നെ വ്ളോഗ് പർപ്പസിന് വന്നതാണ്, അല്ലെങ്കിൽ അന്ന് ഹോസ്റ്റലിൽ നിൽക്കേണ്ടതാണ്. സോ യാ, കുറച്ച് ആസ്തറ്റിക്സ്, കുറച്ച് വീഡിയോ മോണ്ടാജാണ് ഈ സ്ഥലത്തിൻ്റെ. ഒരു ചെറിയൊരു കുഞ്ഞു പൂച്ച ഇരിക്കുന്നുണ്ട്. ചെറിയൊരു കുഞ്ഞു പൂച്ച ഉണ്ട്. നമ്മൾ ഇതാ പോയി അറിയില്ല. ചോട്ടാപ്പി വന്നിങ്ങനെ നമ്മളെ അടുത്തേക്ക്. ഇത് നമ്മൾ ടുട്ടു എന്ന് പേരിടുന്നു. ടുട്ടു ഇത് സ്മോൾ ഡോഗ്, അല്ല ക്യൂട്ട് ക്യൂട്ട് കിറ്റി. എല്ലാവരും ഇവിടെ വേറെ ഒന്നുണ്ട്. ഇവിടെ വേറെ ഒന്ന് തീർക്കണേ. ദാറ്റ്സ് പാരഡൈസ്. ലിറ്ററലി എൻ്റെ മടിയിൽ കറക്റ്റ് ലോ എൻ്റെ മടിയിൽ സോ ക്യൂട്ട്. വലുപ്പല്ലടാ, ചെറിയൊരു കുഞ്ഞുകുട്ടി, കുഞ്ഞുകുട്ടി. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, എല്ലായിടത്തും പൂച്ചകളായിട്ടുള്ള കളി കഴിഞ്ഞ് നമ്മൾ ഈ വഴി കൂടെ പോകാൻ നിൽക്കാണ്. ചെറിയ പൂച്ച ഉണ്ട് ഓടി വരുന്നത് നമ്മളപ്പം, എങ്ങോട്ട് അറിയില്ല. നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കാം. കണ്ടോളിട്ടോ വ്യൂ. അമേസിംഗ് ആണല്ലോ. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ലൈക്ക് ഭയങ്കര നല്ല രസം. സോ നൈസ്. ഇവിടെ നമ്മളെ പൂച്ച ഉണ്ട്, ചെറിയ പൂച്ച. ഇവിടെ നമ്മൾ പൂച്ചകളെ ഇവിടെ വരെയാണെങ്കിൽ പൂച്ചകൾ വരുന്നുള്ളൂ. ഇവിടെ തട്ടുകളുണ്ട്. ഇതിൻ്റെ ടുട്ടുണ്ട്, മൈ സ്മോൾ ടുട്ടു. ഓരോ ടുട്ടു ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. തുർക്കി പോയ അവസ്ഥ ഇവിടെ. പൂച്ചക്കുള്ള ഷെൽട്ടർ പോലെ ഉണ്ട്. ഷെൽട്ടറാണ് ലൈക്ക് അവിടെ പൂച്ച. Travel here. Just see the stairs. When we are traveling here. Yeah, show the See the stairs. stairs. നമുക്ക് കയറി നോക്കാം. We have to go on. സംഭവം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്, എന്നാലും നമ്മൾ പോകും. ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഇല്ല കേട്ടോ. क्या व्यू है भाई. ഇതൊക്കെ ഒറിജിനൽ കേട്ടോ, ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ, എല്ലാം ഒറിജിനലാണ്. ആ ഭാഗം കണ്ടാൽ മനസ്സിലാവും.
എനിക്ക് തോന്നുന്നു ഒരു പഴയ ചേർച്ചാണ് തോന്നുന്നത്. ഇപ്പോഴും ഫംഗ്ഷനിലാണോ അല്ല അറിയില്ല. ഫുൾ സ്റ്റെയർ കേസ് അടിച്ചു പോയിരിക്കുന്ന സ്റ്റെയർ കേസ് ആണ്. സേഫാണ്, കുഴപ്പമില്ല. നമ്മളിനി കാറ്റ് ഹെവന് നമ്മളിനി മദർ ഓഫ് ജോർജിയ കാണാൻ പോകും. മദർ ഓഫ് ജോർജിയ എനിക്ക് തോന്നുന്നു 1958 മദർ ഓഫ് ജോർജിയ ഉണ്ടാക്കിയത്. സോ നമുക്ക് പോയി കാണാം. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. നമ്മൾ കുറച്ചുകൂടി കയറാണ്ട് നമുക്കൊന്ന് കയറി വെക്കാം. കുറേ കയറി, ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഞാൻ വിചാരിച്ചിട്ടില്ല പൂച്ചാളുണ്ടാവും അവിടെ. ബട്ട് ലൈക്ക് ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ പട്ടികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, പൂച്ചകളെ വരെ കണ്ടിട്ടില്ല. പൂച്ചകളെ കാണും 1-2 ആയിട്ട്, ബട്ട് ലൈക്ക് ഇറ്റ്സ് വെരി റെയർ പൂച്ചകളെ കാണാൻ. ഇറ്റ്സ് ലൈക്ക് പ്രിറ്റി ഐസൊലേറ്റഡ് ചെറുതായിട്ട്, ബട്ട് വർത്ത് ഇറ്റ് മാൻ. ഇറ്റ്സ് വെരി വർത്ത് ഇറ്റ്. ഇനി ഇവർ ഇതിൽ കൂടെ കയറി പോകാൻ നിൽക്കുകയാണ്. ഒരായിക്കൂടെ കയറുന്നുണ്ട്. നമുക്ക് ഓരോ ഫോളോ ചെയ്ത് നോക്കാം. സി നമ്മളെ ചെക്കന്മാർ കയറി വന്നുകൊണ്ട് നിൽക്കുകയാണ്. വ്യൂ എന്ത് നോക്കി, ലൈക്ക് കൺജസ്റ്റഡ് ആണ് ബിൽഡിങ്സ് കണ്ടാൽ, പക്ഷെ മേൽ നിന്നുള്ള വ്യൂ അപാരം. ലൈക്ക് വെരി ഫാന്റാസ്റ്റിക്. നമ്മളിപ്പോൾ എവിടെ എത്തി? അതാണ് നമ്മളെ പീസ് ബ്രിഡ്ജ്. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾക്ക് ആ എയർ ബലൂൺ കാണിച്ചെന്ന് ഞങ്ങൾ ആ റോട്ടിൽ കൂടെ, ആ റോഡ് ഉണ്ടല്ലേ, അവിടെ നിന്ന് നടന്ന് വന്ന് ഞങ്ങൾ മേലെ വരെ എത്തി. ഇനിയും കുറച്ച് കയറാണ്ട്, നമുക്കൊന്ന് കയറി നോക്കാം. What do you want to say, Pendu Club fan page? Pendu Club fan page, Shade Goraf on Insta. Follow. നമ്മളെ ചെക്കന്മാരാണ്. From Mumbai. ഭുവണ്ടി. നമുക്ക് നോർത്തിന് ചെങ്ങന്മാരാണ്. ഇനി വ്യൂ ഉണ്ട് മോനെ. വ്യൂ എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക്? മലേഷ്യ കിട്ടുമോ യാസിൻ എനിക്ക്? ഈ വ്യൂ കിട്ടൂല. ഇനി ശരിക്കുള്ള വ്യൂ നമ്മളെ മദർ ഓഫ് ജോർജിയ സ്റ്റാച്ചു ആണ്. നമ്മൾ അവിടുന്ന് കണ്ടത് നമ്മൾ ഇവിടെ വരെ എത്തി. നമുക്ക് കയറി നോക്കാം. നിങ്ങൾക്ക് ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊരു നൈസ് സ്പോട്ടാണ് തോന്നുന്നുണ്ടെന്നല്ല, നല്ല നൈസ് സ്പോട്ട് തന്നെയാണ് ഹൈക്കിങ്ങിന്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി സേഫ്. ഞാൻ കുറേ ഹോബിയുള്ള ആളാണ്. ഞാൻ ഹോബി തോന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ ഫാർ സോ നൈസ്. അടുത്ത വാൻറ്റേജ് പോയിന്റ് എത്തി. നമ്മൾ കാണിച്ചതാ വാൻറ്റേജ് പോയിന്റ്. ഓക്കെ, സോ വി ആർ അറ്റ് ദ ഹയസ്റ്റ്. നമ്മൾ ഏറ്റവും വലിയ പീക്കിലാണ്. ഏറ്റവും വലിയ പീക്കൊന്നല്ല, ബട്ട് ഏറ്റവും വലിയ പീക്ക്. നമുക്ക് അവിടെ നോക്കി കാണാൻ പറ്റും ലിബർട്ടി സ്ക്വയർ. ആ ഒരു ഗോൾഡൻ ടൈപ്പ് കണ്ടില്ലേ, അതാണ് ലിബർട്ടി സ്ക്വയർ. ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പീസ് ബ്രിഡ്ജ് ആണ്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. പിന്നെ നമ്മളെ എയർ ബലൂണ്, പിന്നെ അറ്റത്തെ ആ ഡോം, ആ റെഡ് ഡോമാണ് നമ്മളെ ജോർജിയ നാഷണൽ യൂണിവേഴ്സിറ്റി SEU. അവിടെയാണ് നമ്മൾ പഠിക്കുന്നത് MBBS. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് സെം സ്റ്റുഡൻസ് ആണ്. നമ്മൾ ക്ലാസ് കിട്ടിയിട്ടില്ല, പക്ഷേ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ വ്ളോഗുകളുണ്ടാവും. പിന്നെ നമ്മൾ കാണാൻ വന്ന സാധനം മദർ ഓഫ് ജോർജിയ. ഇറ്റ്സ് 1958. I mean made in 1958 I guess so. So yeah, നമുക്ക് കുറച്ചുകൂടി മേലെ കയറാം. സോ മദർ ഓഫ് ജോർജിയൻ്റെ ഹിസ്റ്ററി പറഞ്ഞാൽ 1958 ഉണ്ടാക്കിയത്. ഒരു കയ്യിൽ റൈറ്റ് ഹാൻഡിൽ സോഡും മറ്റൊരു പാത്രത്തിൽ വൈൻ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് മദർ ഓഫ് ജോർജിയ ഉണ്ടാക്കിയത് വുഡ് കൊണ്ടായിരുന്നു. പിന്നെ ഒരു മാറ്റി അത് അയണാക്കി, ലൈക്ക് ടിബ്ലിസി ഓരോ ക്യാപിറ്റലാക്കിയപ്പോൾ. സോ ഇതാണ് നമ്മളെ മദർ ഓഫ് ജോർജിയൻ്റെ ഹിസ്റ്ററി. സോ അവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒക്കെ ഉണ്ട്. ശോഭ അവിടെ നല്ല പിക്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ മദർ ഓഫ് ജോർജിയയിൽ എത്തിക്കണേ. എൻ്റെ ഫോൺ ഇപ്പോൾ ചത്തിക്കണേ. ലൈക്ക് ഞാൻ എൻ്റെ ഫോണ് ബാറ്ററി കഴിഞ്ഞാണ്. പക്ഷേ നമ്മളെ ചങ്ങായിൻ്റെ നമ്മളെ ക്യാമറമാൻ ശിവത്തിൻ്റെ ഫോണിനാണ് എടുക്കുന്നത്. പക്ഷേ ഇത് നമ്മളെ മദർ ഓഫ് ജോർജിയ. അപ്പോൾ എനിക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയില്ല, ബട്ട് thank you for watching if you are watching, and see you in next vlog. Let's end up with this amazing view.
you guys in the next vlog.